العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين والسلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله إن أريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ വേദിയിലുള്ള ബഹുമാനപ്പെട്ട ഹൈദർ ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ, അതുപോലെ നാട്ടു നേതാക്കന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, നല്ലവരായ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും ഈ പുണ്യമേറിയ മാസത്തിൽ, ഈ പുണ്യമേറിയ രാത്രിയിൽ അള്ളാഹുവിൻ്റെ മഹാന്മാരോടൊപ്പം ഈ ദർബാറിൽ ഒരുമിച്ച് കൂട്ടിയ ഈ ബന്ധം നമ്മളെല്ലാവരുടെ ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഒരു കാരണങ്ങളിൽ അള്ളാഹു പെടുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിൽ അടങ്ങിക്കിടക്കുന്ന എല്ലാ വിഷമങ്ങൾ, ബേജാറുകൾ, പ്രയാസങ്ങൾ, കുടുക്കുകൾ, കഷ്ടങ്ങൾ എല്ലാം അള്ളാഹു എളുപ്പത്തിലാക്കി തെരുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിൽ നമ്മുടെ ആത്മീയമായ നിലക്ക് നമുക്ക് നേതൃത്വം വഹിച്ചു കൊണ്ടിരിക്കുന്ന, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഔലിയാക്കന്മാരെ പേരിൽ നടത്തിക്കൊണ്ടുവരുന്ന ഉറൂസിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് നാമൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത്. കഴിഞ്ഞ ദിവസങ്ങളെപ്പോലെയോ അല്ല ഇനി വരാനുള്ള ദിവസങ്ങളെപ്പോലെയല്ല ഇന്നത്തെ ദിവസം. ബഹുമാനമേറിയ റജബ് മാസത്തിൽ ഒരു വെള്ളിയാഴ്ച രാത്രിയിൽ ഈ മഹാന്മാരുടെ അരികത്തിൽ കൂടുക എന്നുള്ളത് ഇനി അടുത്ത ആഴ്ച ഇങ്ങനെയുള്ള ഒരു സദസ്സ് ഇവിടെ ഉണ്ടാവില്ല. അടുത്ത ആഴ്ച ഇങ്ങനെയുള്ള ഒരു സദസ്സ് ഉണ്ടാവുമെന്ന് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ വലിയ ഭാഗ്യമുള്ളവരാണ്. ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഉണർത്തി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് പ്രധാനമായി സലാത്ത് മജ്ലിസാണ്. നമ്മളെല്ലാവരും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിന് സമാധാനമില്ലാതൊക്കെ കഴിഞ്ഞുകൂടുന്നവരാണ്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് കൊണ്ടെങ്കിലും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനമൊക്കെ തന്ന് നല്ലവരുമായി ബന്ധപ്പെട്ട് നല്ലവരെ സ്നേഹിച്ച് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതലായി ഒന്നും സംസാരിക്കാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഉണർത്തി വേദിയിൽ ബഹുമാനപ്പെട്ട ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഹൈദർ ഉസ്താദ് അടക്കമുള്ള
പല ഉലമാക്കളൊക്കെ വേദിയിലുണ്ട്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഉറൂസിന്റെ പരിപാടിയൊക്കെ കാണുമ്പോൾ മനസ്സിന് വലിയ സന്തോഷമാണ്. ഓരോരോ കൊല്ലങ്ങൾ പുരോഗതിയിലാണ് നമ്മളെ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിൽ ഇല്ലാത്ത ചില പ്രത്യേകതകളാണ് നമ്മളൊക്കെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഡെക്കറേഷനുകൾ കൊണ്ടോ വ്യവസ്ഥകളെ കൊണ്ടോ അങ്ങനെ കൊല്ലങ്ങളിങ്ങനെ മാറുമ്പോൾ പുതിയ പുതിയ പദ്ധതികളായി വ്യവസ്ഥകളിലോ അല്ല മജ്‌ലിസുകളിലോ ഒരു കുറവില്ലാതെ നമുക്ക് നല്ല പുരോഗതി കാണുന്നുണ്ടെങ്കിലും ഈ കർണാടകത്തിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വലിയ ഒരു സങ്കടമുണ്ട്. അത് ഒരേ സങ്കടമാണ്, നമുക്ക് നേതൃത്വം വഹിച്ചിരുന്ന വലിയ വലിയ മഹാന്മാർ നമ്മളൊക്കെ പിരിഞ്ഞുപോയി. ചില എണ്ണത്തിനുള്ള ചില വ്യക്തികൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. നമ്മൾ കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ താജുൽ ഉലമ മഹാനവറുകൾ കേരളത്തിന്റെ വ്യക്തിയാണ്, നമ്മളെ ആളാണ്, കർണാടകത്തിന്റെ ആളാണ് താജുൽ ഉലമ. ആ താജുൽ ഉലമയും നമ്മൾ പിരിഞ്ഞുപോയി. അത് മാത്രമല്ല, മഹാനായ ബേക്കൽ ഉസ്താദ്, കേരളക്കാർ പോലും ബേക്കൽ ഉസ്താദിന്റെ പാണ്ഡിത്യം കണ്ട് ഞെട്ടിപ്പോയ അത്രയും വലിയ ഒരു മഹാന്, ആ മഹാനും നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയി. അതോടുകൂടെ മഹാനായ വന്യരായ അബ്ബാസ് ഉസ്താദ് മഹാനവറുകളും നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയി. അതോടുകൂടെ നമുക്ക് വലിയൊരു ശാന്തിയും സമാധാനമുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ പരിപാടിക്ക് നേതൃത്വം വഹിച്ചിരുന്ന വന്യരായ ബഹുമാനപ്പെട്ട താജുൽ ഉലമ നമുക്ക് കാണിച്ചു തന്ന അവിടുത്തെ പുത്രൻ കൂറത്തങ്ങളും നമ്മളോട് പറയാതെ രൂപത്തിൽ തന്നെ യാത്ര പോയി. ഇനി നമുക്ക് കാണാനുള്ളത്, നമ്മളെ കർണാടകത്തിലുള്ളത് മഹാനായ സൈനുൽ ഉലമ. അള്ളാഹു അവിടത്തേക്ക് ദീർഘ ആയുസ്സും ആഫിയത്തും അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഈ ചില്ലറ വ്യക്തികൾ നമ്മളെ മുമ്പിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേണ്ടതുപോലെ അവരെ യൂസ് ചെയ്യാനോ വേണ്ടതുപോലെ നമുക്ക് ക്ഷണിക്കാനോ വേണ്ടതുപോലെ നമുക്ക് കൊണ്ടുവരാൻ കഴിയാത്ത വ്യക്തികളാണ് ഇന്ന് നമുക്ക് നേതൃത്വം വഹിക്കുന്നത്. ആ ഒരു സങ്കടം നമ്മൾ മനസ്സിൽ എപ്പോഴും വേണം. അത് ചെറിയ ഒരു സങ്കടമൊന്നുമല്ല. കാരണം അവരെ ആരാണ് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കി നോക്കും മുഅ്മിനീങ്ങളെ. 50,000 1,00,000 ഒക്കെ ചെലവഴിച്ചുകൊണ്ട് നമ്മളെ നാട്ടിൽ പ്രാസംഗിക്കാൻ വേണ്ടി ചില പ്രാസംഗികന്മാരെ കൊണ്ടുവരാനുണ്ട്. അവർക്ക് വേറെ തന്നെ CD, വേറെ തന്നെ ബോക്സ്, വേറെ തന്നെ സെറ്റപ്പ് എല്ലാം ഒക്കെ കൊണ്ടുവന്ന് സുബ്ഹാനല്ലാഹ് ലക്ഷങ്ങൾ ചെലവഴിച്ച് വഅള് പറയിപ്പിച്ച് പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അയാൾ എന്തു വഅള് പറഞ്ഞു എന്ന് ചോദിച്ചാൽ മറുപടി കിട്ടാത്ത ഒരു കാലമാണ് ഇന്നത്തെ കാലം. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു, കേൾക്കുന്ന സമയത്ത് കൽബിന്റെ ഉള്ളിൽ വലിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിരിയലോടുകൂടെ അത് മറന്നുപോയി. നേരെ മറിച്ച് നമുക്ക് നേതൃത്വം വഹിച്ചിരുന്ന മഹാന്മാരൊക്കെ അവർ അങ്ങനെയല്ല. അവരിന് മൈക്ക കെട്ടിയിട്ടോ അല്ല സ്റ്റേജിലല്ല, ഒരു സ്ഥലത്ത് തന്നെ ഒരു ഉപദേശം നടത്തിയാൽ അത് നമ്മളെ കൽബിൽ താങ്ങിക്കൊണ്ടിരുന്നു. കാരണം അവരുടെ ഇഖ്ലാസും അവരുടെ നേതൃത്വം അങ്ങനെയായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, മഹാനായ താജുശരിയ ഉസ്താദിന്റെ അടുത്തേക്ക് ഈ പാവപ്പെട്ട എന്നെ ആദ്യം ഓതാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയത് മഹാനായ എന്റെ എളാപ്പ മുട്ടം കുഞ്ഞിക്കോയ തങ്ങൾ. ഞാനിത് പ്രസംഗിക്കലോ അയാള് പറയലൊന്നും അല്ല. നമ്മുടെ മുൻഗാമികള് നമുക്ക് നേതൃത്വം വഹിച്ചിരുന്ന മഹാന്മാര് അവർ എങ്ങനെയാണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അവരില്ലാത്ത ഭൂമിയിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മുഅ്മിനീങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അങ്ങനെ ബഹുമാനപ്പെട്ട താജുശരിയന്റെ അടുത്തേക്ക് എളാപ്പ എന്നെ ഓതാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയ സമയത്ത് എന്റെ തലയുടെ കുറച്ച് മുടി കൂതലുണ്ടായിരുന്നു. അപ്പൊ തലകെട്ടൊക്കെ ഒന്നും ഇല്ല, ഒരു ടൊപ്പി മാത്രം വെച്ചിരുന്നത്. അന്ന് ബഹുമാനപ്പെട്ട താജുശരിയ എന്റെ മുഖം നോക്കി അന്ന് എന്നെ പേടിപ്പിച്ചില്ല, കണ്ണുമീച്ചില്ല, അല്ല വടി കൊണ്ടൊന്നും അടിച്ചില്ല. മഹാനായ താജുശരിയ എന്റെ മുഖം നോക്കി അന്ന് പറഞ്ഞു, തങ്ങള് കുട്ടി തലയിൽ കുറച്ച് മുടി കൂടുതലായി പോയി. മനസ്സിലാക്കണം.
ഇന്ന് എനിക്ക് 10-50 വർഷത്തോളമായി ആ മഹാനായ താജുശ്ശേരിയ എനിക്ക് പറഞ്ഞത് 40 വർഷത്തിന് മുമ്പ്. പക്ഷെ ഇന്നും എന്റെ തലയിൽ മുടി വരുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള മഹാന്മാരാണ്. മഹാനായ താജുൽ ഉലമ, അല്ലാഹു തആല അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. പാവപ്പെട്ട ഞാൻ പണ്ടൊക്കെ പ്രസംഗിക്കാൻ ദിവസേന പോവാനുണ്ടായിരുന്നു. അങ്ങനെ മേലങ്കാടി എന്ന സ്ഥലത്ത് ഉള്ളാളത്ത് പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോ പണ്ട് ഞാൻ വിചാരിച്ചത് ഞാൻ തന്നെ വലിയ തങ്ങള്. അങ്ങനെ ഒരു പച്ച തട്ടം കൂടി പിടിച്ചോണ്ട് പോകേണ്ടായിരുന്നു. ഈ പച്ച തട്ടം പിടിച്ചുകൊണ്ട് ഞാൻ ഉള്ളാളത്ത് വയലിന് പോയി. അപ്പൊ താജുൽ ഉലമാനെ കാണാൻ വേണ്ടി മഗ്രിബ് സമയത്ത് റൂമിലേക്ക് അങ്ങ് കടന്നു. ഈ പച്ചത്തട്ട ഇങ്ങനെ മുദ്ദാക്കി പിടിച്ചിരിക്കുക. അപ്പൊ താജുൽ ഉലമ അന്ന് ദേഷ്യപ്പെട്ടില്ല, പുഞ്ചിരിച്ചുകൊണ്ട് താജുൽ ഉലമ എന്നോട് പറഞ്ഞു, തങ്ങളെ തട്ടമൊക്കെ പിടിക്കാൻ ഇപ്പൊ സമയമായിട്ടില്ല. അന്ന് എറിഞ്ഞ തട്ടം പിന്നെ തൊട്ടിട്ടില്ല. അണ്ട് വലിച്ചെറിഞ്ഞ ആ പച്ച തട്ടുണ്ടല്ലേ പിന്നെ വാള് പോകുമ്പോ ഇടവ് തുടങ്ങിയിട്ടില്ല. ഇത് മഹാനായ ഇങ്ങനെ എത്ര വലിയ മഹാന്മാർ ഞാൻ ഓർക്കുകയാണ്. മഹാനായ ശംസുൽ ഉലമ, അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ബല്ലാ കടപ്പുറത്തേക്ക് പള്ളി കുടിക്കാണ് താജുശ്ശേരിയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. മഹാനായ ശംസുൽ ഉലമാനെ കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് അങ്ങനെ താജുശ്ശേരി അവസാനം പോകുന്ന സമയത്ത് മുത്തഅല്ലിമീങ്ങളോടൊക്കെ ശംസുൽ ഉലമാന്റെ കൈ മുസാഫഹത്ത് ചെയ്യാനും ദുആർക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ അയക്കുന്ന കൂട്ടത്തിൽ താജുശ്ശേരിയ എന്നെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ശംസുൽ ഉലമാനോട്, തങ്ങൾ കുട്ടിയാണ്. അപ്പോഴാണ് ശംസുൽ ഉലമ എന്റെ മുഖം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട്, അപ്പൊ ഞാൻ ഈ ഓപ്പൺ ഷർട്ട് ടൈറ്റ് ഷർട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, തങ്ങളെ ഡ്രസ്സൊക്കെ നല്ല പാങ്ങായിട്ട് ഷർട്ട് കുറച്ച് ടൈറ്റായി പോയി. അന്ന് മാറ്റി വെച്ച ഷർട്ട് പിന്നെ ഇപ്പൊ ഷർട്ട് ധരിക്കും. അന്ന് മുതലാണ് എന്റെ ഷർട്ടിന് മാറ്റം വന്നത്. ഞാനിത് പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള മഹാന്മാരൊക്കെ നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയി. ആ സങ്കടം അത് നമുക്ക് മറക്കാൻ പറ്റിയില്ല. അള്ളാഹു അവരുടെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. എന്നതുപോലെ ഇവിടെ നമുക്ക് തുർക്കലിക്കയിൽ നമുക്ക് മറക്കാൻ പറ്റിയില്ല മഹാനായ താജുൽ ഉലമ. അതുപോലെ തന്നെ വന്യരായ ബഹുമാനപ്പെട്ട കൂറത്തങ്ങള്. അതുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങളോട് പറയുന്നത്, ആ നേതൃത്വം നമുക്ക് ലാഹിരിൽ നഷ്ടപ്പെട്ടിരുന്നെങ്കിലും ബാത്തിനിൽ നമ്മൾ എന്താക്കണം, അവർ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറെ കാലം നേതൃത്വം വഹിച്ച വ്യക്തികളാണ്, നമ്മളെ കുറെ നിയന്ത്രിച്ച വ്യക്തികളാണെന്ന നിലക്കുള്ള ഒരു ഓർമ്മ നമ്മളെ കൽബില് വേണം. നേരെ മറിച്ചു അവർ നമ്മളെ കാണാനില്ല, അവർ നമ്മളെ നോക്കാനില്ല, അവർ നമ്മളിനി പരിഗണിക്കേണ്ടതില്ല. ഈ നിലക്ക് പോയാൽ നമ്മുടെ ഒരു കാര്യങ്ങളും വിജയിക്കുകയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും വലിയ സ്നേഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റുമോനായ സയ്യിദ് റളിയല്ലാഹുവിന്റെ മകനാണ് ഉസാമ റളിയല്ലാഹു അൻഹു. ഉസാമത്ത് റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുമ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സെയ്ദ് റളിയല്ലാഹു അൻഹു സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഹാരിസ് റളിയല്ലാഹുവിന്റെ മകനാണ് സെയ്ദ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയ പോറ്റുമകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. അതിന്റെ ചരിത്രമൊക്കെ നീണ്ട ചരിത്രമാണ്. ഏതുവരെ ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു കുട്ടിയായ സമയത്ത് അവിടത്തെ ബാപ്പ ഹാരിസ് റളിയല്ലാഹു അൻഹു അവിടത്തെ ഉമ്മയോ കൂടെ ജീവിക്കുന്ന കാലത്ത് ജോലിക്ക് പോകുമ്പോൾ, ജോലി ചെയ്യാൻ പോകുമ്പോൾ ബാപ്പ എന്ത് ചെയ്യും, ഹാരിസ് റളിയല്ലാഹു അൻഹു ഈ മകന് സെയ്ദ് റളിയല്ലാഹുവിനെ കൂട്ടിക്കൊണ്ടുപോകാനുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന സമയത്ത് ഈ മോനെ അത്രയും വലിയ സ്നേഹിച്ച മകനാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഉമ്മ സെയ്ദ് ഹാരിസ് റളിയല്ലാഹുവിനോട് പറയുന്നു, സെയ്ദ് റളിയല്ലാഹുവിന്റെ ബാപ്പനോട് പറയുന്നു, എനിക്ക് ഇന്ന് വിരുന്നിന് പോകാനുണ്ട്. വിരുന്നിന് പോകുന്ന സമയത്ത് കുഞ്ഞി എന്നെ കൂടെ വേണം. അങ്ങനെ പിന്നെ അവസാനം തർക്കമുണ്ടായി. അങ്ങനെ വിരുന്നിന് പോകുന്ന സമയത്ത് ഈ ദിവസം കുഞ്ഞിനെ നിന്റെ കയ്യിൽ തരാമെന്ന് ഭർത്താവ് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു കുഞ്ഞിയായ അവിടത്തെ ഉമ്മ വിരുന്നിന് പോവുകയാണ്. ആരെ കൂടെയാണ് വിരുന്നിന് പോകുന്നത്? നീണ്ട ചരിത്രമാണ്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ട് ഉമ്മ
അന്ന് കച്ചവട സംഘം ചെയ്യുന്ന ചില ഗോത്രക്കാർ അവരെ കൂടെ സെയ്ദ് റളിയല്ലാഹുവിന്റെ ബാപ്പ ആരിസ് റളിയല്ലാഹു അൻഹു യാത്ര അയക്കുകയാണ്. യാത്ര അയച്ചത് മാത്രമല്ല, ആ സെയ്ദ് റളിയല്ലാഹുവിനോടുള്ള സ്നേഹം കണ്ടില്ലേ, പിന്നിലിങ്ങനെ ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹുവിന്റെ ബാപ്പ പിന്നിലിങ്ങനെ നടക്കുകയാണ്. മൈതാനിൽ ഇങ്ങനെ പോകുന്നത് വരെ എത്തി നോക്കുകയാണ്. അങ്ങനെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, അങ്ങനെ വിരുന്നിന് പോയി അവിടെ സൽക്കാരമൊക്കെ കഴിഞ്ഞ് രാത്രി താമസിക്കുന്ന സമയത്ത് കുറെ കൊള്ള സംഘം, അതായത് സ്വത്ത് കട്ടുപോകുന്ന വ്യക്തികൾ അവിടെ കട്ടുപോകാൻ വന്ന് ആ കൂട്ടത്തിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു ഈ കുട്ടിനും കൂടി ഈ കുട്ടിനെ കട്ടുകൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, കട്ടുകൊണ്ടുപോയ സമയത്ത് അവിടുന്ന് ഉമ്മ വളരെ വിഷമത്തിലാണ് മടങ്ങിയത്. കുഞ്ഞില്ലാതെ ഉമ്മ മടങ്ങിയത് മാത്രമല്ല, മടങ്ങി ആരിസ് റളിയല്ലാഹു അൻഹു, അതായത് സെയ്ദ് റളിയല്ലാഹുവിന്റെ ബാപ്പാന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഭാര്യയുടെ കയ്യിൽ കുഞ്ഞില്ലാതെ ദുഃഖമങ്ങ് കണ്ടപ്പോൾ ആരിസ് റളിയല്ലാഹു അൻഹു എന്തു ചെയ്തറിയോ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, വെപ്രാളമായി പോയി. കാരണം ഒരു ദിവസം പോലും കുഞ്ഞില്ലാതെ ജോലിക്ക് പോകാതെ ആരിസ്, സുബ്ഹാനല്ലാഹ്, മാനവர்களതാ തേടാൻ വേണ്ടി തുടങ്ങി. ഓരോരോ കച്ചവട സംഘം കാണുമ്പോൾ ആരിസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, എന്റെ മകൻ സെയ്ദിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ മകൻ സെയ്ദിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ പോവുകയാണ്. കുട്ടിയ എല്ലാ ജനങ്ങളോട് ചോദ്യം, എന്റെ മകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, അവസാനം മൂപ്പര് ചോദിച്ച് മരങ്ങളെ കാണുമ്പോൾ ചോദിക്കാൻ തുടങ്ങി, മലകളെ കാണുമ്പോൾ ചോദിക്കാൻ തുടങ്ങി, പർവ്വതങ്ങളെ കാണുമ്പോൾ ചോദിക്കാൻ തുടങ്ങി. മരമേ, എന്റെ മകനെ കണ്ടിട്ടുണ്ടോ? പർവ്വതമേ, എന്റെ മകൻ സെയ്ദിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവസാനം ബഹുമാനപ്പെട്ട ആരിസ് റളിയല്ലാഹു അൻഹു പിരാന്തനായി പോയി. മകന്റെ ഇഷ്ക് കൊണ്ട് മകനെ തേടി ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ സുബ്ഹാനല്ലാഹ് മർഭൂമിയിൽ ഇങ്ങനെ നടന്നു അവസാനം പാട്ട് പാടാൻ തുടങ്ങി. ബഖൈതു അലാ സൈദിൻ വലം അദ്രി മാ ഫഅൽ. മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ തേടിക്കൊണ്ട് മഹാനായ ആരിസ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. റബ്ബേ, എന്റെ മോന് എന്തായി പോയി? എന്റെ മകന് എവിടെയാണ്? എന്റെ മകൻ മരണപ്പെട്ടു പോയോ അല്ല ജീവിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, തേടി അവസാനം മകനെ കാണുന്നില്ല. മകനില്ലാത്ത സങ്കടം കൊണ്ട് ബഹുമാനപ്പെട്ട ആരിസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് മടങ്ങുന്നു. അന്നു മുതൽ തന്നെ ആരിസ് ഒരു ചെറിയ പിരാന്തനെ പോലെയാണ്. ശരിക്കുള്ള ഒരു ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, ഒരു കുഞ്ഞിനെ കാണാത്തതിന്റെ പേരിൽ. പക്ഷേ നീണ്ട വിഷയമാണ്. ഈ കുഞ്ഞുണ്ടല്ലോ സെയ്ദ്, ഈ കുഞ്ഞിനെ ആരാണ് കൊണ്ടുപോയത്? കൊണ്ടുപോയി തായിഫിൽ എന്ന് പറയുന്ന റുക്കാദ് എന്ന് പറയുന്ന ഒരു സന്തയുണ്ട്. ആ സന്തയിൽ വെച്ച് ഈ കുഞ്ഞിനെ വിൽപ്പനം ചെയ്യുന്നു. ഇത് ആരിസിന് അറിയില്ല. അങ്ങനെ ആ സന്തയിൽ വിൽപ്പന ചെയ്യുന്ന സമയത്ത് പണം കൊടുത്തു വാങ്ങിയത് ആരാണറിയോ? ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ, ആ മഹദിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി ആ സെയ്ദ് എന്ന് പറയുന്ന കുഞ്ഞിനെ വാങ്ങിക്കൊണ്ടുവരുന്നു. ആ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ഖദീജ ബീബി റളിയല്ലാഹു അൻഹാന്റെ കയ്യിൽ കൊടുത്തു. ഖദീജ ബീബി റളിയല്ലാഹു അൻഹാനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിച്ച സമയത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി തങ്ങളെ ഖിദ്മത്തിനായി സെയ്ദിനെ കൊടുക്കുകയാണ്.
സെയ്ദ് മക്കയിൽ വെച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിൽ വലിയ സന്തോഷത്തിലുള്ള ജീവിതമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ഹാരിസ് റളിയല്ലാഹുവിന്റെ നാട്ടിൽ നിന്ന് ഒരു ഗോത്രക്കാര് കഅബയിലേക്ക് വരുന്നു, തവാഫ് ചെയ്യാനേ വരുന്നു. ആ സമയത്ത് ആ ഗോത്രക്കാർക്ക് വിവരം കിട്ടി, ഇതാ ഇവിടെ ഹാരിസിന്റെ മകൻ സെയ്ദ് എന്ന് പറയുന്ന ഒരു കുട്ടി ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ അടുത്തുണ്ട്. അല്ലാഹ്. ആ ഗോത്രക്കാര് രണ്ടാമത് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഹാരിസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിങ്ങൾ മക്കയിലേക്കല്ലേ പോയത്? എന്റെ മകൻ സെയ്ദിന്റെ വിവരമുണ്ടോ? സെയ്ദിനെ പറ്റി നിങ്ങൾക്കറിയുമോ? പറയാതെ നിർവാഹമില്ല. ആ കച്ചവട സംഘം പറഞ്ഞു, മക്കയിൽ വെച്ച് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളടുത്ത് സെയ്ദ് ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടി. കിട്ടലോടുകൂടെ ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹുവിന്റെ ആ ബാപ്പയുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, വീട്ടിലുള്ള സ്വർണങ്ങള്, നാണ്യങ്ങള്, ദുർമഹങ്ങളെല്ലാം എടുത്ത് ഒരു ചാക്കിലങ്ങ് നിറച്ചുകൊണ്ട് മക്കയിലേക്ക് യാത്ര പോകുന്നു. യാത്ര പോയി അവിടെ അന്വേഷണം നടത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട് കാണിക്കുന്നു. ആ വീട്ടിൽ അങ്ങ് പോയി. സുബ്ഹാനല്ലാഹ്. പോകുന്ന സമയത്ത് കൂട്ടത്തിൽ അനിയനുമുണ്ട്, ഹാരിസ് റളിയല്ലാഹുവിന്റെ അനിയനുമുണ്ട്. അങ്ങനെ ആ വീട്ടിൽ പോയി വാതില് മുട്ടി. തുറന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ആരാ? അപ്പോഴാണ് ആ രണ്ട് വ്യക്തികൾ പറയുന്നത്, ഞങ്ങളതാ നിങ്ങളടുത്ത് അടിമയായി ജീവിക്കുന്ന സെയ്ദില്ലേ, ആ സെയ്ദിന്റെ ബാപ്പയാണ് ഞാൻ. ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ നിങ്ങൾ തരണം, എത്ര പൈസയാണെങ്കിലും ഞങ്ങൾ തരാം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ല ഹാരിസേ, നിങ്ങളെ മകൾ നിങ്ങൾക്ക് രണ്ടാമത് തരണമെങ്കിൽ എനിക്ക് പണം വേണ്ട, പക്ഷേ ആ കുഞ്ഞിനെ നിങ്ങളെ മുമ്പിലേക്ക് വിളിക്കാം, ആ കുഞ്ഞിനോട് നിങ്ങൾ ചോദിക്കുക, എന്നിട്ട് ആ കുഞ്ഞ് എന്ത് തീരുമാനമാണ് എടുക്കുന്നത് അതിന് ഞാൻ തയ്യാറാണ്. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഈ രണ്ടാളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അപ്പോഴാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒന്ന് എന്റെ വാപ്പയാണ്, ഒന്ന് എന്റെ എളാപ്പയാണ്. എന്നിട്ടതാ സെയ്ദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, അവർ വന്ന കാര്യം ഞങ്ങൾക്കറിയാം, പക്ഷേ യാ റസൂലല്ലാഹ്, എന്നെ നിങ്ങൾ അവരെ കൂടെ അയക്കരുത് നബിയേ. ഈ സംഭവം അങ്ങ് പറയുമ്പോൾ സെയ്ദ് റളിയല്ലാഹുവിന്റെ ബാപ്പ ഹാരിസ് കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നു, സെയ്ദേ, എത്ര ദിവസമായി ഞാൻ ഭക്ഷണം കഴിക്കാതെ, എത്ര ദിവസമായി ഞാൻ ഉറങ്ങാതെ, എത്ര ദിവസമായി നിങ്ങളെ ഉമ്മ പട്ടിണി കിടന്നിട്ട് നിങ്ങളെ ഓർത്തുകൊണ്ട് കരയുകയാണ്. അല്ലാ, സ്വന്തം ഒരു ബാപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് താമസിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു അടിമയായി ജീവിക്കുന്നത് നല്ലതാണോ എന്നുള്ള ചോദ്യം അങ്ങ് ചോദിക്കുമ്പോ സെയ്ദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞത്, വലഖദ് റഅയ്തു അബൻ ഖൈറൻ മിൻ അബീ, എന്റെ ഒറിജിനൽ ബാപ്പാനേക്കാൾ ഖൈറായ ബാപ്പ എനിക്ക് കിട്ടിപ്പോയി. ആ സെയ്ദ് റളിയല്ലാഹുവിന്റെ മകനാണ് ഉസാമ റളിയല്ലാഹു അൻഹു. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ഒരു യുദ്ധത്തിന് ക്യാപ്റ്റനായി, ഒരു യുദ്ധത്തിന്റെ നേതൃത്വമായി ഉസാമ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. ആ ഉസാമ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി.
ഞാൻ ഇത് പറഞ്ഞു വരുന്നത് നമ്മളെ മനസ്സിലുണ്ട്. നമുക്ക് പണ്ട് താജുൽ ഉലമ ഉണ്ടായിരുന്നു, പണ്ട് കൂറത്തങ്ങൾ ഉണ്ടായിരുന്നു, പണ്ട് ആദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കാണാനില്ലല്ലോ, ഇപ്പൊ അവർ നമ്മളെ നോക്കാനില്ലല്ലോ, എന്ത് ചെയ്താലും വലുതില്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ നമ്മളെ കൽബിൽ വന്നു പോകരുത്. ആ നേതൃത്വം നമ്മളെ കൽബിൽ എപ്പോഴും വേണം. മഹാനായ സയ്യിദിന ഉസാമ റളിയല്ലാഹു അൻഹുവിനെ ആ യുദ്ധത്തിന്റെ നേതൃത്വത്തിന് വേണ്ടി തീരുമാനമെടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. യുദ്ധത്തിന് പോകുന്നത് അല്പം താമസിച്ചു പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അവിടെ ഖലീഫയായി. ഖലീഫയായ സമയത്ത് മുഅ്മിനീങ്ങളെ സ്വഹാബത്തിന്റെ ഇടയിൽ ചെറിയ ഒരു അഭിപ്രായം, നമ്മളെ യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസാമത്തിനല്ലേ നേതൃത്വത്തിന് തീരുമാനിച്ചത്? ഉസാമ ചെറിയ ഒരു ചെറുപ്പക്കാരനല്ലേ? വലിയ വലിയ പ്രഗൽഭ സഹാബികളില്ലേ? അവരാരെങ്കിലും നേതൃത്വത്തിന് ഇട്ട് നമുക്ക് ആ യുദ്ധത്തിന് അയച്ചാലെന്തേ? പക്ഷേ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ഈ കാര്യം പറയുന്നവരാരുമില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഖത്താബ് തങ്ങളോട് സ്വഹാബത്തിൽപ്പെട്ട ചിലർ പോയി കാര്യം പറയുന്നു. ഉമർ തങ്ങളെ, നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ബഹുമാനപ്പെട്ട ഉസാമത്തിന് നേതൃത്വത്തിന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഇതാ നബി തങ്ങളെ കാലം കഴിഞ്ഞു പോയല്ലോ. ഇനി നമുക്കതാ ഒരു പ്രധാനപ്പെട്ട പ്രഗൽഭ സ്വഹാബത്തിന് അതിന്റെ ഒരു ക്യാപ്റ്റനായി നമുക്ക് അയക്കാമെന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് നിങ്ങൾ അനുമതി ചോദിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഖത്താബ് തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അടുത്ത് പോയി കാര്യം പറയുന്നു. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ മറുപടി, യാ ഉമർ, ഞാനതാ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ആ യുദ്ധ സൈന്യം ഞാൻ അയച്ചു. ഒരു പക്ഷേ അവിടെ പരാജയപ്പെട്ടു. അവർ വന്ന് മദീനയിൽ വെച്ച് നമ്മളെല്ലാം പിടിപ്പെട്ടു, എല്ലാം ഇവിടെ നാശമുണ്ടാക്കി. എന്നാലും ആ നബി തങ്ങളെ തീരുമാനത്തിന് ഞാൻ ചേഞ്ചസ് ഇല്ല, അതിന് ഞാനൊരു മാറ്റമില്ല. മുഅ്മിനീങ്ങളെ, ഇതാണ് നമ്മളെ നേതൃത്വം. ഇന്ന് നമുക്കിവിടെ കാണാനില്ലെങ്കിലും അവരെ നമ്മളതാ നോക്കാനില്ലെങ്കിലും പക്ഷേ നമ്മളെ കൽബില് വേണ്ടത്, ഞാൻ താജുൽ ഉലമാന്റെ അനുയായികളാണ്, ഞാൻ കൂറത്തങ്ങളുടെ അനുയായികളാണ്, ഞാൻ ബേക്കൽ ഉസ്താദിന്റെ അനുയായികളാണ്. നേരെ മറിച്ചു മുഅ്മിനീങ്ങളെ, അവർ വഫാത്താവലോടുകൂടെ കയറ് പൊട്ടിയ വള്ളി പൊട്ടിയ വ്യക്തിനെ പോലെ നമ്മളായി പോകല്ലോ. കാരണം നമുക്ക് എന്ത് ഇവിടെയുണ്ട്? നമുക്ക് ഇനിയുള്ളത് ചില്ലര ആലിമീങ്ങളല്ലേ, ചില്ലര മഹാന്മാരല്ലേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല നമ്മുടെ വലിയ ഒരു നേതൃത്വമാണ്, സുൽത്താനുൽ ഉലമാ. അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. അവിടുത്തെ കാലത്ത് ജീവിക്കാൻ നമുക്ക് ഭാഗ്യം നൽകിയല്ലോ, അവിടുത്തെ നേതൃത്വം സ്വീകരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകിയല്ലോ, അവിടുത്തെ ഖാലിയാക്കാൻ നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. ആരാണ് സുൽത്താനുൽ ഉലമ? എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ യുവാക്കളെ, എന്റെ വയസ്സന്മാരെ, ആ ലോകമാകെ അംഗീകരിക്കുന്ന ഒരു മഹാൻ നമ്മളെ നേതൃത്വം എന്ന് പറയുമ്പോൾ നമുക്ക് നാളെ അവിടെ രക്ഷപ്പെടാൻ അങ്ങനെയുള്ള മഹാന്മാരെ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാമല്ലോ. അതുകൊണ്ട് ആലിമീങ്ങളെ ബഹുമാനിക്കണം, സാദാത്തുക്കളെ ബഹുമാനിക്കണം. നമുക്ക് അഹംഭാവം വേണ്ട, അഹങ്കാരം വേണ്ട. മുത്തഅല്ലിമീങ്ങളടക്കം ഞാൻ പറഞ്ഞു വരുന്നത്, പണ്ട് കാലത്ത് നമ്മളെ ഉസ്താദന്മാര് എന്തെങ്കിലും ഒരു മസ്അല പറഞ്ഞാൽ
പറഞ്ഞാൽ അവിടെ കേൾക്കുന്ന മുത്തഅല്ലിമീങ്ങളായ ചെറിയ മുസ്ലിയാർമാരായ നമുക്ക് അവിടെ തർക്കമില്ല. നമ്മളെ ചോദ്യം എന്താണ്? അത് ആരാണ് പറഞ്ഞത്? ഏത് ഉസ്താദാണ് പറഞ്ഞത്? പിന്നെ അതിനപ്പുറമില്ല. ഇന്ന് അങ്ങനെയല്ല. ചെറിയ കുട്ടികളടക്കം ചോദിക്കുന്നത് ഏത് കിതാബിലുണ്ട്, ഏത് കിതാബിലുണ്ട്, ഏത് ഇബാറത്തിലുണ്ട്? മുഅ്മിനീങ്ങളെ, മഹാന്മാരുടെ ബഹുമാനം എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. ഞാൻ ഇവിടെ ഇത് എന്തിനാണ് നിങ്ങളോട് വഅദ് പറയുന്നത്? തുർക്കലിക്ക നാട് എന്ന് പറഞ്ഞെങ്കിൽ അൽഹംദുലില്ലാഹ് ആലിമീങ്ങളെയും സാദാത്തുക്കളെ വല്ല സ്നേഹിക്കുന്ന പാരമ്പര്യമുള്ള നാടാണ്. അത് നിങ്ങൾ നിലനിർത്തണം. ഒരു ഉസ്താദന്മാരെ വേദനിപ്പിക്കല്ല, ഒരു ആലിമീങ്ങളെ വേദനിപ്പിക്കല്ല, ഒരു ഉസ്താദന്മാരെ കുറ്റം പറയല്ല, ഒരു ആലിമീങ്ങളെ കുറ്റം പറയല്ല. കാരണം അതിന് നമ്മൾ അർഹതനല്ല. സുബ്ഹാനല്ലാഹ്. ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റുകൾ നമുക്ക് കാണുന്നുണ്ടെങ്കിലും മോനെ നമുക്കത് എടുത്തു പറയാനുള്ള ഒരു ധൈര്യം നമ്മൾക്കില്ല. കാരണം എന്താണ് നമുക്കിവിടെ പറയാനുള്ളത്? നമുക്ക് എങ്ങനെയാണ് ആ കുറ്റം എടുത്ത് പറയാനുള്ളത്? ഞാൻ നല്ലവനെന്ന് പറയാൻ ഇവിടെ നമുക്ക് എന്ത് ധൈര്യമുണ്ട്? നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഞാൻ മോശപ്പെട്ടവനാണ്, എന്നെക്കാൾ മോശപ്പെട്ടവൻ ഇവിടെ ആരുമില്ല, എന്നെക്കാൾ മോശപ്പെട്ടവൻ ഇവിടെ ആരുമില്ല. മഹാനായ സയ്യിദുനാ ഉമർ ഖത്താബ് തങ്ങളി. ആരാണ് മുഅ്മിനീങ്ങളെ ഉമർ ഖത്താബ് തങ്ങളി? അതാ മദീനത്തെ പള്ളിയിൽ ഒരു ചർച്ചയുണ്ടായി. ഇവിടെ മദീനത്തിൽ വെച്ചുള്ള മുനാഫിക്കീങ്ങളുടെ പേര് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാന്റെ കയ്യിൽ റസൂലുള്ളാഹ് കൊടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ലിസ്റ്റ് ഉണ്ട്. ഈ വിവരം അങ്ങ് അറിഞ്ഞപ്പോൾ കൂട്ടത്തിലുള്ള ഉമർ ഖത്താബ് തങ്ങള് അവിടെ നിന്ന് ഓടുകയാണ്. കൂട്ടത്തിൽ അവിടെ ഇല്ല, അവിടെ കാണാനില്ല. എവിടേക്കാണ് ഉമർ ഖത്താബ് തങ്ങൾ പോയത്? മഹദിയായ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹാന്റെ വീട്ടിലേക്കാണ്. പോയി കൊണ്ട് അവിടെ ചോദിച്ചില്ലേ, മദീനത്തിലുള്ള മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റ് നിങ്ങളോട് റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞിട്ടുണ്ട്, ആ ലിസ്റ്റ് ഒന്ന് എനിക്ക് തരുമോ? ആ വ്യക്തികളെ പേരൊന്ന് എന്നോട് പറയുമോ? അപ്പോഴാണ് ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ആ ലിസ്റ്റ് തരാന് പറ്റിയില്ല, ആ ലിസ്റ്റ് പറയാന് പറ്റിയില്ല. അപ്പോഴാണ് ഉമർ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നത്, അല്ല ഉമ്മു സലമ, ആ ലിസ്റ്റിൽ പാവപ്പെട്ട എന്റെ ഉമറിന്റെ പേരുണ്ടോ? അപ്പോഴാണ് ഉമ്മ സലമ റളിയല്ലാഹു അൻഹ പറയുന്നത്, നിങ്ങളെ പേര് അതിലില്ല. പിന്നെ ഉമർ ഖത്താബ് തങ്ങളെ പറഞ്ഞത്, എനിക്ക് നിങ്ങളെ ലിസ്റ്റ് വേണ്ട, എനിക്കിവിടെ മുനാഫിക്കുകൾ ആരെയണം ആരും അറിയണമെന്നില്ല. മുഅ്മിനീങ്ങളെ, ഞാനൊരു 5 വക്ത് നിസ്കാരക്കാരനായാൽ ഞാൻ സ്വർഗത്തിന്റെ ഉള്ളിൽ കടന്നുപോയല്ലോ. ഞാനൊരു ജമാഅത്ത് പ്രസിഡന്റ് ആയാൽ ഞാനൊരു നല്ല ആളായി പോയല്ലോ. ഞാനൊരു കമ്മിറ്റി മെമ്പർ ആയാൽ ഞാനൊരു നല്ല ആളായി പോയല്ലോ. മോനെ, നീ നല്ലവനെന്ന് തീർമാനെടുക്കാൻ ഒരിക്കലും ആയിട്ടില്ല. കാരണം എന്തേ? നിന്നെക്കാൾ 24 മണിക്കൂർ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുന്ന വ്യക്തികൾ നമ്മളെ മജ്ലിസിലുണ്ട്, നമ്മളെ നാട്ടിലുണ്ട്, നമ്മളെ മഹല്ലിലുണ്ട്. അവരൊക്കെ രക്ഷപ്പെട്ടു പോയി. നീ നിന്റെ നിസ്കാരം, നീ നിന്റെ അധികാരം, നീ നിന്റെ സ്ഥാനമൊക്കെ പറഞ്ഞ് സുബ്ഹാനല്ലാഹ് നാളെ സ്വർഗത്തിൽ കടക്കുന്നത് നീ നിസാരമായി കണ്ട വ്യക്തികളല്ലേ. അതുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുകയാണ്. എല്ലാവരും അവരുടെ മനസ്സിൽ ചിന്തിക്കേണ്ടത്, ഞാനൊരു ചെറിയ ആളാണ്. മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ്. അല്ലാഹുവിന് വേണ്ടി താജ്മ കാണിച്ച് ജീവിച്ചാൽ അല്ലാഹു അവനെ ഉയർത്തുന്നു. മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് എന്റെ വാക്ക് ഞാൻ നിർത്തുകയാണ്.
അതുകൊണ്ട് എല്ലാവരോട് പറയുന്നത് അൽഹംദുലില്ലാ, നമുക്ക് നേതൃത്വം വഹിക്കുന്ന മഹാന്മാർ, ജീവിച്ചിരിക്കുന്നവർ, അവരുടെ ആ നേതൃത്വം പരിപൂർണമായി സ്വീകരിക്കുക. അതിൽ പുറമെ വഫാത്തായി പോയവർ, അവരെ കാണിച്ചു തന്ന മാതൃക, അവരെ അനുസ്മരണ. സുബ്ഹാനല്ലാഹ്, ഞാൻ അല്പസമയം ഇവിടെ ഇരുന്ന് ഓർത്തുപോയി. ബഹുമാനപ്പെട്ട കൂറത്തങ്ങളില്ലാത്ത ഉറൂസ് ഉണ്ടായിരുന്നില്ല, താജുൽ ഉലമ ഇല്ലാത്ത ഉറൂസ് ഉണ്ടായിരുന്നില്ല. എത്ര വ്യക്തികളാണ് സുബ്ഹാനല്ലാഹ് നമ്മളെ നാട്ടിൽ തന്നെ, നമുക്ക് മറക്കാൻ പറ്റിയില്ലല്ലോ. പുത്താക്ക് അൽഹംദുലില്ലാഹ് ഞാൻ ചെറുപ്പത്തിൽ കണ്ട വ്യക്തിയല്ലേ. ആ മഹാൻ ഇൽമില്ല ഒന്നുമില്ല, പക്ഷേ മഹാന്മാരോടുള്ള സ്നേഹം കൊണ്ട് എത്ര വലിയ അംഗീകാരമായിരുന്നു ആ പുത്താക്കൊക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അലക്കയിൽ കാസിമാക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, എല്ലാ നിലക്ക് അധികാരമുണ്ടെങ്കിലും മഹാന്മാരുടെ നേതൃത്വം സ്വീകരിക്കുന്നത് കൊണ്ട് വലിയ ഒരു അധികാരമല്ലേ അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള വ്യക്തികളടക്കം നമ്മൾ നിന്ന് പിരിഞ്ഞുപോയി. അല്ലാഹു അവരുടെ ഖബറടകം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു തആല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് നല്ല നല്ല ആൾക്കാരെ സ്നേഹിക്കാനും ബന്ധപ്പെടാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആർക്കുന്നതിന് മുമ്പ് ഉമ്മമാരെ, നിങ്ങളുടെ അടുത്തേക്ക് ബക്കേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല സംഖ്യകൾ കൊടുത്ത് അയക്കുക. അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ഉമ്മ പെങ്ങന്മാരൊക്കെ മഹാന്മാരുടെ ആ പൊരുത്തം മനസ്സിലാക്കാനാണ്, കരസ്ഥമാക്കാനാണ് ഇവിടത്തൊക്കെ എത്തിയത്. ഇൻഷാ അല്ലാഹ് അത് കരുതി നിങ്ങളെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ എന്തുണ്ടെങ്കിലും അത് കരുതി ഇൻഷാ അല്ലാഹ് ബക്കേറ്റിൽ നല്ല സംഭാവന കൊടുത്തയക്കുക. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ഒന്ന് ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു ദുആ നടത്തി നമുക്ക് പിരിയാം. മജീദാക്ക ഒരു കുട്ടിക്ക് സുഖമില്ല, ആഫിയത്തിന് വേണ്ടി 2000 രൂപ. സിദ്ദീഖ് ഒരു 500 രൂപ, 220 രൂപ. അള്ളാഹു അവരുടെ സദഖ സ്വീകരിക്കുമാറാകട്ടെ. ഒരു പെണ്ണുങ്ങൾ 100 രൂപ. ഇൻഷാ അല്ലാഹ് എല്ലാവരും സദസ്സിൽ ഒന്ന് എണിച്ചു നിൽക്കാം, എല്ലാവരും എണിച്ചു നിൽക്കാം. നമുക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കയ്യിലുള്ള സംഭാവന 6 ബർമ്പത്ത് എല്ലാവരും കൊടുക്കൊണ്ടുകൊണ്ട് എടുത്തോണ്ട് വന്ന കയറ്റ് അതിനെ പെടക്ക് പിടിച്ചോണ്ട് പോകണ്ട, വേണ്ട. ഇൻഷാ അല്ലാഹ് കൈയിട്ടിട്ട് നമ്മൾ ഏത് നോട്ട് വന്ന് അത് എടുക്കും. കാരണം റജബ് തിങ്കള് വില്യാസ നാള് വലിയ ബർക്കത്തായിട്ട് എടുത്താൽ പിന്നെ അത് പിറകെ നോക്കണ്ട ഏത് നോട്ടും. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ബാപ്പക്ക് സുഖയിൽ അല്ലാഹു ആഫിയത്ത് ആരോഗ്യം ഏറ്റു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും സംഭാവന തരാം. പിന്നെ നമുക്ക് നമ്മൾ അബ്ദുറഹ്മാൻ കദ്ദിൽ മരത്തു നിന്ന് താഴെ വീണ് വലിയ വിഷമത്തിലുണ്ട്. അല്ലാഹു ആഫിയത്ത് ആരോഗ്യം ഏറ്റു കൊടുക്കട്ടെ. അല്ലാഹു ആജിലായ ശിഫ നൽകുമാറാകട്ടെ.